നമസ്കാരം. കുറച്ചു ദിവസങ്ങളായി വടകരയിലെ LDF സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായിരുന്ന KK ശൈലജയ്ക്കെതിരെ സൈബർ ആക്രമണം നടന്നിരുന്നു. എന്നാൽ ഇതുവരെയും ഇത് തടയാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നും അംഗീകരിക്കാനാവാത്ത തെറ്റാണ് സംഭവിച്ചതെന്നും ആരോപിച്ച് MLA KK രമ രംഗത്തെത്തി. പരാതി നൽകി 20 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായില്ല. താനടക്കമുള്ള വനിതാ പൊതുപ്രവർത്തകർ സൈബർ ആക്രമണത്തിന്റെ ഇരയാണെന്നും KK രമ കൂട്ടിച്ചേർത്തു. സൈബർ ആക്രമണത്തെക്കുറിച്ചും സൈബർ ഇടത്തിലെ വ്യാജ പ്രചരണത്തെക്കുറിച്ചും സംസാരിക്കവേ ശൈലജ വാർത്താ സമ്മേളനത്തിൽ വിതുമ്പുകയായിരുന്നു. പിന്നാലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു. ശൈലജയുടെ പേരിൽ പ്രചരിക്കുന്ന വീഡിയോ താൻ കണ്ടിട്ടില്ല എന്നും ശൈലജ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിനെക്കുറിച്ചാണ് പ്രതികരിക്കുന്നതെന്നും KK രമ വിശദീകരിച്ചു. കേരളത്തിൽ പൊതുരംഗത്തുള്ള സ്ത്രീകൾ നേരിടുന്ന വലിയ വെല്ലുവിളികളിലൊന്നാണ് സൈബർ ആക്രമണം. സൈബർ ആക്രമണത്തിനെതിരെ ശൈലജയുടെ പരാതി കിട്ടി 20 ദിവസമായിട്ടും പോലീസ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്ന് വ്യക്തമാക്കണം. ശൈലജയ്ക്കെതിരായ കോവിഡ് കാല അഴിമതി ആരോപണം വ്യക്തി അധിക്ഷേപമല്ല, അത് രാഷ്ട്രീയമാണ്. ഇടതുമുന്നണി പരാതി നൽകി 20 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് നടപടിയെടുക്കാത്തത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്. ആ അർത്ഥത്തിൽ പിണറായിക്കെതിരെ കൂടിയാണ് KK ശൈലജയുടെ വാക്കുകളെന്നും രമ കുറ്റപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് LDFന്റെ ആരോപണം തെറ്റാണെന്നും യഥാർത്ഥ പ്രശ്നം വഴിതിരിച്ചു വിടാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും രമ പറഞ്ഞു. സൈബർ ആക്രമണം നടത്തുന്നത് ആരാണെന്ന് കണ്ടെത്തണം. ഇക്കാര്യത്തിൽ ടീച്ചർക്കൊപ്പം നിൽക്കുമെന്നും UDF വനിതാ MLAമാരായ KK രമയും ഉമാ തോമസും വ്യക്തമാക്കി. ഫോട്ടോ മോർഫ് ചെയ്തും സംഭാഷണം എഡിറ്റ് ചെയ്തും വ്യാജ പ്രചരണമാണ് നടത്തുന്നത്. വ്യക്തിഹത്യ നടത്തിയും ദുരാരോപണം ഉന്നയിച്ചും സൈബർ ഇടം ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് KK ശൈലജ പറയുന്നത്. ഇതിന് പിന്നിൽ ഷാഫി പറമ്പിലാണെന്നാണ് KK ശൈലജയുടെ ആരോപണം.